ഏയ് പിന്നെ നാളെ അല്ല അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മാത്സിന്റെ പരീക്ഷയാണ് അല്ലേ. അപ്പൊ എന്നാണ് നിങ്ങളുടെ പരീക്ഷ? ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും കിടിലൻ ക്വസ്റ്റ്യനുമായിട്ട് ദേ വന്നിട്ടുള്ള ഞാൻ ഇറ്റ്സ് മീ VJR. മക്കളെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ കിടിലമായിട്ട് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസിൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാണ്, സാറേ ആ ഒരു ചോദ്യം അതെന്താണ് അങ്ങനെ ചെയ്യുക, അതെങ്ങനെ എങ്ങനെ ചെയ്യുക, ആ ചോദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് മനസ്സിലാവാത്ത ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഞാനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു നല്ല അടിപൊളി കിടിലം നിങ്ങളെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ ലൈക്ക് അടിക്കണം. ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ സാറോട് നേരിട്ട് തന്നെ എന്ത് ചെയ്യണം പറയുക കേട്ടോ. ഓക്കെ, അഭിപ്രായങ്ങൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID-യിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയാം. നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞാലും എന്ത് ചെയ്യുക, സാറോട് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന് പറയണം. കാരണം ഞങ്ങളെപ്പോലുള്ള ടീച്ചേഴ്സിന് കിട്ടാവുന്ന ആകെ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഫീഡ്ബാക്കുകളാണ്. ആ ഫീഡ്ബാക്കുകൾ ഞങ്ങൾക്ക് തന്നേ തരണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഏതാണ് ആ ചോദ്യം? ആ ചോദ്യം ഇതാണ്. ആ ചോദ്യം ഏതാണ്? ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നന്നായിട്ട് വായിച്ചാൽ തന്നെ സാധനം ഒരേ പൊളി സെറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞുതരാം കുഞ്ഞോനേജ് കേക്ക്. അതായത് when each of two numbers are increased by 1 and the product become 1271, and when each of the decreased by 1 the product become 1131. എടാ മോനെ, ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇവർ ചോദിക്കുകയാണ്, എന്താ ചോദിച്ചത്? സംഖ്യകളുടെ ഗുണനഫലം, വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇവിടെ രണ്ട് സംഖ്യകളെ കുറിച്ചാണ് ഇവരെന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ ആദ്യത്തെ സംഖ്യനെ നമുക്ക് എന്ത് വിളിക്കാം? സംഖ്യകൾ എന്നെങ്കിൽ നമ്പേഴ്സ് അറിയാത്തത് കൊണ്ട് നമുക്ക് ആദ്യം തന്നെ രണ്ട് സംഖ്യകളെ കുറിച്ചാണല്ലോ അവിടെ പറയുന്നത്. when each of two numbers എന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ട് സംഖ്യ, ആദ്യത്തെ സംഖ്യ x, രണ്ടാമത്തെ സംഖ്യ y. ഇങ്ങനെ എക്സും വൈയും എഴുതി വെക്കുക. എന്നിട്ട് അവര് തന്നെ പറയുന്നുണ്ട്, എന്താ പറയുന്നത് നോക്കടോ, ആർ ഇൻക്രീസ്ഡ് ബൈ 1. അതായത് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സംഖ്യേനെ കൊണ്ട് എന്ത് ചെയ്യണു? ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഒരു സംഖ്യ എന്നല്ലേ, വെൻ ഈച്ച് ഓഫ് ടു നമ്പേഴ്സ് ഇൻക്രീസ്ഡ്. അപ്പൊ ഓരോ നമ്പേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്തതിന് ശേഷം, അപ്പൊ നമ്മൾ ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യാ? പറ. അപ്പൊ എക്സിനോട് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ എക്സിനോട് ഒന്ന് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ x+1. അതുപോലെ തന്നെ നമ്മുടെ y ഇല്ലേ, ഈ y-നോട് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ പോവാണ്, y+1. ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ കൂട്ടുക, അതാണ് ഐഡിയ. അത് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് ആണ് 1271. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? ഇൻറ്റു. അത് തന്നെയാണ്. എക്സിനോട് ഇൻക്രീസ് ചെയ്തു x+1, വൈനോട് ഒന്ന് ഇൻക്രീസ് ചെയ്തു y+1. അതിന്റെ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ഇൻറ്റു 1271 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തൊന്നുണ്ട്. ആ സാധനം നിങ്ങൾ അവിടെ എഴുതി വെക്കുക കേട്ടോ. ആ സാധനം നിങ്ങൾ അവിടെ എഴുതി വെക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, അത് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എഴുതി വെക്കാം. ഓക്കെ, ഇക്വേഷൻ എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ ഇക്വേഷനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് എഴുതാം അല്ലേ. അപ്പൊ ഇങ്ങനെ തൽക്കാലപ്പം ഇങ്ങനെ എഴുതി വെക്കാം. അതുപോലെ തന്നെ ഞാൻ വേറൊരു സാധനം കൂടെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടിരിക്കട്ടോ. ഒന്ന് പറ. എന്താ പറയുന്നത്? ആൻഡ് വെൻ ഈച്ച് ഡിക്രീസ്ഡ് ബൈ 1. അതായത് ഇവർ പറയുന്നത് എന്താ വെച്ചാല്, ഒന്ന് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻക്രീസ് ചെയ്ത് നമ്മളിപ്പോ എഴുതി, ഇനിയിപ്പോൾ ഒന്ന് ഡിക്രീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, എക്സിനോട് ഒന്ന് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. അതായത് ഒന്ന് കൂട്ടി ഗുണിച്ചപ്പോൾ നമ്മളിപ്പോൾ ചെയ്തു, ഒന്ന് കുറച്ച് ഗുണിക്കാൻ പറഞ്ഞിട്ട്, അപ്പോൾ ഒന്ന് കുറയ്ക്കി. എക്സിനോട് ഒന്ന് കുറച്ചാൽ x-1. അതേപോലെ രണ്ടാമത്തെ സംഖ്യ വൈനോടൊന്ന് കുറച്ചാൽ, അല്ലെങ്കിൽ വൈനോടൊന്ന് ഡിക്രീസ് ചെയ്താൽ y-1. ഇത് ഡിക്രീസ് ചെയ്തപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനഫലം. എത്രയാടാ ഗുണിച്ചപ്പോൾ എത്ര കിട്ടിയത്? 1131. ഇങ്ങനെ എഴുതി വെക്കാം. റെഡിയാണോ? അപ്പൊ ഒരു സെക്ഷൻ കൂട്ടിയത് രണ്ടും, ഒരു സെക്ഷൻ രണ്ടും കുറച്ചത്. ഇനി ഓരോന്നും നിങ്ങൾ ചെയ്യാ. x × y, xy. കണ്ടോ നോക്ക്. x × 1 x. കണ്ടോ കുഞ്ഞോനെ? നോക്ക്, എക്സിനെ y കൊണ്ട് ഗുണിച്ചു xy, എക്സിനെ 1 കൊണ്ട് ഗുണിച്ചു x. റെഡിയാണല്ലോ? അത് അടുത്ത പറ. അപ്പൊ 1y ആണ്. 1 × y 1y പ്ലസ് പറ
1 into 1 1 that is equal to 171. എൻ്റെ പൊന്നു മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ചെങ്ങായിൻ്റെ പേരാണ് ഇക്വേഷൻ നമ്പർ 1. ഇവന്റെ പേരാണ് ഇക്വേഷൻ നമ്പർ 1. ഏതാണ്? ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ഇവനാണ് ഇക്വേഷൻ നമ്പർ 1. റെഡിയാണോ? അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ സാധനം അതുപോലെ ഇക്വേഷൻ നമ്പർ 2 ഉണ്ടാക്ക്. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എക്സ് ഇൻറ്റു 1 എക്സ് ആണ്. പക്ഷെ ഇവിടുത്തെ ചിഹ്നം ഏതാണോ? ഇവിടെ മൈനസ് ആണ്. മൈനസ് എക്സ്. അടുത്ത പറ 1 ഇൻറ്റു വൈ വൈ ആണ്. ഇവിടുത്തെ ചിഹ്നം പറ മൈനസ് ആണ്. മൈനസ് ഇട്ടു. അടുത്ത് -1 ഇൻറ്റു 1 -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ +1 ആവും. മൈനസും മൈനസും ഗുണിച്ചാൽ പ്ലസ് ആവും കേട്ടോ. അപ്പൊ +1 അപ്പുറത്ത് ആരുണ്ട്? 1131. സെറ്റാണല്ലോ? സെറ്റല്ലേ? സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് ഒരേ പൊളി സെറ്റ്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രണ്ടാമത്തെ ഇക്വേഷൻ. എന്ത് സുഖാണ് അല്ലെ? രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ ഈ രണ്ടാമത്തെ ഇക്വേഷനും ഞാൻ എന്ത് ചെയ്യാണ്? പച്ചക്കടല കൊടുക്കണം. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും, അതായത് രണ്ട് സമവാക്യങ്ങളും കൂടെ ചെയ്താൽ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്? ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്, പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താ പറയുക? പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താ? ആ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് എടുക്കുക. അപ്പം ഞാൻ അടുത്ത പേജിൽ എഴുതുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഞാൻ രണ്ട് ഇക്വേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. കോപ്പി നോക്കാം, നമുക്ക് ഇവിടെ വരുമോ നോക്കാം. പേസ്റ്റ് 1 യെസ്, ചെറുതായി പോയോ? അല്ലേ വേണ്ട, പിന്നെ ഇവിടെ യെസ്, ഈ സാധനം ഉണ്ടല്ലോ. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇക്വേഷൻസ് ഒന്ന് മാറ്റി ചെയ്താൽ അത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കണം, ഓരോന്ന് എടുക്കണം, എന്നാൽ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ പറ സൗദാ പറ. ഒന്നാമത്തെ ഇക്വേഷൻ ഇവിടെ വന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ പറ അമ്പടി. യെസ്, റെഡി. രണ്ടാമത്തെ ഇക്വേഷനും വന്നു. കണ്ടോ? ഈ രണ്ട് ഇക്വേഷൻസ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ ചോദ്യം നമ്പർ 1 എന്താ? 1 എന്ന് പറയുന്ന ചോദ്യം വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ? സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാൽ അവിടെ നിങ്ങൾ എഴുതി വെച്ചോ. ഗുണനഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് ചോദിച്ചാൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കാണാൻ, ഗുണനഫലം കാണാൻ എന്ത് ചെയ്യണം? ഗുണിക്കാനുള്ള ചിഹ്നം എങ്ങനെയല്ലേ? അത് പ്ലസ് ചെയ്യണം. രണ്ട് ഇക്വേഷൻസ് പ്ലസ് ചെയ്താൽ മതി. ഐഡിയ മനസ്സിലായോ? രണ്ട് ഇക്വേഷൻസ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണനഫലം കിട്ടും. അപ്പൊ എങ്ങനെയാ കിട്ടും? പ്ലസ് ചെയ്യണം. അതായത് ഇതെന്താ പറ്റി? ഓക്കെ, പ്ലസ് ചെയ്യണം. റെഡി. അപ്പൊ എങ്ങനെയാ അത് പ്ലസ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ? ശ്രദ്ധിച്ച് കേട്ടോ. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ഒന്ന് പ്ലസ് ചെയ്ത് നോക്കിക്കേ. സിമ്പിൾ സാധനമാണ് കേട്ടോ. നോക്ക് ഓരോന്ന് വീതം പ്ലസ് ചെയ്യണേ. ഓരോന്ന് വീതം എക്സ് വൈയും പ്ലസ് ചെയ്യണം. ഞാൻ ഇവിടുന്ന് ഇത് മായ്ക്കാം, അതായിരിക്കും നന്നാവാം. ഓക്കെ, കണ്ടോ? റബ്ബർ അല്ലേ? യെസ്. എക്സ് വൈയും പ്ലസ് ചെയ്യാം. എക്സ് വൈയും പ്ലസ് ചെയ്താൽ എത്രയാ? 2xy. ഓക്കെ, അതുപോലെ തന്നെ പ്ലസ് എക്സും മൈനസ് എക്സും പ്ലസ് ചെയ്താൽ ക്യാൻസൽ ആയി പോട്ടോ. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. എന്താ മോളെ? സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെ പറ. പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ആവും. കാരണം രണ്ട് നമ്പർ കൂട്ടുമ്പോൾ പ്ലസും മൈനസും ഉള്ള ചിഹ്നങ്ങൾ ക്യാൻസൽ ആയി പോകും കേട്ടോ. ഓക്കെ, അടുത്തത് അവിടെ ഒന്നുകൂടി ഉണ്ട്. ഒന്നും കൂട്ടുമ്പോൾ 2. ഒരേ പൊളി. സെറ്റ്. അങ്ങനെയാണ് പറ. 1271 1131 ഒന്ന് കൂട്ടിക്ക്. 2 0 1 4 4 2 2402 ആയിരിക്കും. നോക്ക്, 2402 ആയിരിക്കും. ഇതിൽ നിന്ന് ഗുണനഫലം കാണാൻ പറഞ്ഞ മോനെ ഇവിടെ XY ആണ് ഗുണനഫലം.
എക്സ് അല്ലേ ആദ്യത്തെ സംഖ്യ നമ്മൾ എടുത്തത്, വൈ അല്ലേ രണ്ടാമത്തെ സംഖ്യ നമ്മൾ എടുത്തത്. ആ രണ്ട് നമ്പേഴ്സിന്റെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ, അതായത് എക്സ് വൈ ആണല്ലോ. ഈയുടെ രണ്ടിനെയും ഒക്കെ ഒഴിവാക്കുക. അതാ ഇവിടെ പിടിച്ച് ആദ്യം പുറത്താക്കുക. ഇതാ +2 ഇവിടെ പോയി. +2 അവിടേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ആയിട്ട് മാറും കേട്ടോ. +2 അവിടേക്ക് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. അപ്പൊ 2xy പ്ലസ് ആ 2 അങ്ങോട്ട് പോയി അല്ലേ. യെസ്, 2xy = 2402 - 2. 2xy = 2402 2 പോയാൽ 2400. ഈ രണ്ടിനും ഇവിടുന്ന് പറഞ്ഞേക്കണം. 2 ഇവിടേക്ക് പോയി. അപ്പൊ താഴത്ത് വന്ന് കിടക്കും കേട്ടോ. അപ്പൊ എങ്ങനെയാ വരിക? പറ. xy = 2400 ഡിവൈഡഡ് ബൈ 2. xy = 2400ന്റെ പകുതി എത്രയാടാ? 1200. ഇതാണ് മോനെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും ഗുണിച്ചാലുള്ള സാധനല്ലേ, അതാണ് 1200. എന്ത് സുഖമുണ്ട്. ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാല് അത് ബി ചോദ്യം എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? വാട്ട് ഈസ് ദെയർ സമ്മ്? അവരുടെ തുകകൾ, സംഖ്യയുടെ തുകകൾ എന്ത്? തുകകൾ ചോദിച്ചാൽ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ എടുക്കാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കാണിച്ചര ഞാൻ കണ്ടുപിടിക്കുന്ന നോക്കാം. നമുക്ക് തുകയാ കാണണ്ടേ. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ ഇവിടെ എടുത്തു വെച്ചു കേട്ടോ. ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തു വെച്ചു. ശേഷം നമുക്ക് എക്സും വൈയും ഗുണിച്ച് അവിടെ കിട്ടിയല്ലോ, 1200 ആണെന്ന് കിട്ടി. ആ 1200 xy = 1200. ഇവിടെ ഈ എക്സ് വൈക്ക് പകരം ഇട്ട് കൊടുത്താൽ മതി. ഈ എക്സ് വൈക്ക് പകരം ഒന്ന് ഇട്ട് കൊടുത്തേ. ഈ എക്സ് വൈക്ക് പകരം 1200 ഇട്ട് കൊടുത്തേ. ആൻസറായി. xy = 1200. ഈ പ്ലസ് എക്സ് അതേമാതിരി എഴുതാ, +x. ഈ y + y അതേമാതിരി എഴുതാ. ഒന്നുമില്ല, അതൊക്കെ അതേമാതിരി ഇങ്ങനെ എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അതങ്ങനെ എഴുതിയെടുക്കുക. +1 = 1271. ഇതിൽ എന്താ ചോദിച്ചത്? സമ്മല്ലേ ചോദിച്ചേ. എടാ സമ്മ് എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇതിനെയാണ് നമ്മൾ സമ്മ് വിളിക്കുക. രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നല്ലേ അർത്ഥം. സമ്മ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക എന്നല്ലേ അർത്ഥം. അപ്പൊ ഇതാണ് സമ്മ്. ഓക്കെ, അപ്പൊ ഓനാടെ വെച്ചിട്ട് ബാക്കിയൊക്കെ പറഞ്ഞേച്ചാൽ മതി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ +1 അങ്ങോട്ട് പോയി അല്ലേ. അപ്പൊ എങ്ങനെയാണ്? 1200 അല്ലേ. നമ്പർ ഇത് മാറി, കളർ മാറി. 1200 + x + y = 1271 - 1. അപ്പോൾ ഈ 1200 കൂടെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാം. ഒറ്റയടിക്ക് പറഞ്ഞേക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞേക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ 1270 കിട്ടും. അപ്പോൾ x + y ഈ +1270 ഇങ്ങോട്ട് പോകുമ്പോൾ -1200 വരും അല്ലേ. അപ്പൊ എങ്ങനെ വരാം? x + y 1200 1270 1200 പോയാൽ 70. ഇതല്ലടോ തുക എന്ന് പറഞ്ഞാൽ x + y എന്നല്ലേ അർത്ഥം, സമ്മ്. അപ്പൊ അത്രയേ ഉള്ളൂ. എന്ത് സുഖമുണ്ട്. അപ്പൊ സമ്മുമായി, അതായത് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, കുഞ്ഞോനെ പറ, ഇതിനെ വിളിക്കുന്ന പേരാണ് സമ്മ് കാണാൻ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. തുക എന്ത്? ഏതെങ്കിലും ഒരു ഇക്വേഷൻ അല്ല, ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ എടുക്കേണ്ടി വരും അല്ലേ. ഒന്നാമത്തെ ഇക്വേഷൻ പ്ലസ് ഉള്ള ഒന്നാമത്തെ ഇക്വേഷൻ മാത്രം എടുത്തതിന് ശേഷം നിങ്ങൾ ആ xyക്ക് പകരം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ആ നമ്പർ അവിടെ ചാമ്പി കൊടുത്താൽ മതി. xyക്ക് പകരം ഇവിടെ അല്ല, ഇവിടെ കൊടുക്കുക. ആ നമ്പർ ഇവിടെ കൊടുത്താൽ മതി. സെറ്റ്. ഓക്കെ, അത് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇത് ചിലപ്പോൾ 4-5 മാർക്ക് ചോദിക്കും കേട്ടോ. സംഖ്യകൾ ഏതെല്ലാം? സംഖ്യകൾ കണ്ടുപിടിക്കാൻ നമുക്ക് 8ാം ക്ലാസ്സിലെ ഒരു ഐഡന്റിറ്റി വേണം. ഈ ഐഡന്റിറ്റി വേണം. ഈ ഐഡന്റിറ്റി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റൂല. ഇത് കാണാണ്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ. എന്താണ് ഈ ഒരു സമവാക്യം? x - y കണ്ടോ, ആ ഒരു ഓർഡർ പഠിച്ചോ. x - y ഹോൾ സ്ക്വയർ കണ്ടോ, x + y കണ്ടോ, ഞാൻ കാണാണ്ട പറഞ്ഞ x - y ഹോൾ സ്ക്വയർ = x + y കണ്ടോ. x - y അപ്പുറത്ത് x + y ഹോൾ സ്ക്വയർ -4xy ലാസ്റ്റ് -4xy. ഈ സാധനം എടുക്കുക. ഇതിൽ നമുക്ക് കിട്ടിയ എ പാർട്ടും ബി പാർട്ടും കിട്ടിയ സാധനങ്ങൾ എന്ന് പറയാം. എക്സും വൈയും ഗുണിച്ച 1200 ആണ് കിട്ടി. അപ്പൊ xy 1200 ആണ്. അതുപോലെ എക്സും വൈയും കൂട്ടിയാലും നമുക്ക് ഇവിടെ കിട്ടി എത്രയാ? 70 തുക. ഇത് ഓൾറെഡി നമുക്ക് എ കിട്ടി, ഇത് ബിയും കിട്ടി അല്ലേ. ആ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഇട്ടോക്കെ. എങ്ങനെ ചെയ്യാം? പറ. ഈ xy ഈ x - y ഈ ഇക്വേഷൻ കണ്ടോ. ഈ സാധനത്തിൽ എന്തിട്ട് കൊടുക്കുക? ഞാനൊന്ന് എഴുതിക്കുക. x - y ഹോൾ സ്ക്വയർ = x + y ഹോൾ സ്ക്വയർ -4xy. കൊടു
എക്സ് മൈനസ് വൈ സംഖ്യകൾ കാണാൻ ഈ സാധനം ഉപയോഗിച്ചേ പറ്റൂ. എക്സ് വൈക്ക് പകരം ആരെ കൊടുക്കണം നിങ്ങൾ? പറ. എക്സ് വൈ സോറി എക്സ് പ്ലസ് വൈക്ക് പകരം ഈ 70 കൊടുക്കുക. അപ്പോൾ ഈ 70 ഇവിടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ 70 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ആണ്. ഈ എക്സ് വൈക്ക് പകരം നിങ്ങൾ ആരെ കൊടുക്കണം? പറ. ഈ 1200 കൊടുക്കുക. ഇതാ കഴിഞ്ഞു കേട്ടോ. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 70ന്റെ സ്ക്വയർ 4900 49 പിന്നെ 2 0 ഇട്ട് കൊടുത്തായി 4 12 36 2 0 ഇട്ട് കൊടുക്കുക. ഓക്കെ റെഡിയാണോ? 4 12 24 സോറി 36 അല്ല സോറി മാറിപ്പോയി 48 കേട്ടോ. 48 2 0. ഓക്കെ ഞാനത് 3 എന്നുള്ള കണക്കിൽ എടുത്തു പോയാൽ സോറി. അപ്പം 48 2 0 ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അടുത്ത പേജിൽ നമുക്ക് അത് എഴുതാം. എന്താണത്? എക്സ് മൈനസ് 5 അപ്പുറത്തുള്ള സാധനമാണ്. ഒന്ന് കുറച്ചേ 4900 4800 കുറച്ചാൽ 100. ദാടോ കിട്ടി സാധനം കിട്ടി. ഈ സ്ക്വയർ ഇതാ ഇവിടുന്ന് പറഞ്ഞാൽ മതി. അപ്പം റൂട്ട് ആവും. സ്ക്വയർ സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് ആവും കേട്ടോ. അപ്പം എക്സ് മൈനസ് വൈ സിക്വൽ ടു റൂട്ട് 100 എക്സ് മൈനസ് വൈ സിക്വൽ ടു 10. പഠിച്ചു വെച്ചോ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് മൈനസ് വൈ സിക്വൽ ടു 10. സിമ്പിൾ സാധനം. ഇനി എങ്ങനെയാണ് സംഖ്യകൾ കണ്ടുപിടിക്കുക? സംഖ്യകൾ കാണാൻ ഇനി എന്താ ചെയ്യേണ്ടത് അറിയാം കുഞ്ഞോനെ? സിമ്പിൾ. കഴിഞ്ഞു. ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ചെങ്ങായി ഉണ്ടല്ലോ, നമുക്ക് എക്സും വൈയും കൂട്ടിയാൽ എത്രയും നമുക്ക് കിട്ടിയണല്ലോ ഫസ്റ്റ് ചോദ്യത്തിൽ. രണ്ടാമത്തെ ചോദ്യം എക്സും വൈയും കൂട്ടിയാൽ 70 അതുപോലെ ഇപ്പം നമുക്ക് കിട്ടിയത് എക്സും വൈയും കുറച്ചാൽ 10 അപ്പം ഏതൊക്കെയാണ് സംഖ്യകൾ? നമ്മുടെ പണ്ടത്തെ പേസോഫിക്കേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ള സാധനമല്ലേ, ഓനങ്ങോട്ട് വിളിച്ചോണ്ട് വാ. പറ. അപ്പം ആദ്യം എക്സും വൈയും കൂട്ടിയാൽ എത്രയാണ്? നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു. എക്സും വൈയും കൂട്ടിയാൽ എത്രയാണ്? 70. അതുപോലെ തന്നെ എക്സും വൈയും കുറച്ചാൽ 10. ഇങ്ങനെ പ്ലസും മൈനസും പ്ലസ് വൈയും മൈനസ് വൈയും കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാറിയോ? രണ്ടാമത്തെ ചിഹ്നം പ്ലസ് വൈ. ഇത് നമ്മളെ പേസോഫിക്കേഷൻസ് പറഞ്ഞ ചാപ്റ്ററിലുള്ള സാധനം കേട്ടോ. ഓക്കെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് രണ്ടും കൂട്ടിയാൽ മതി. പ്ലസ് ചെയ്ത് എന്താ സംഭവിക്കാടോ? ദാ ഈ പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്താ കിട്ടുക? എക്സും 2x സമം 70 10 80. കൂട്ടുക വേണ്ട കേട്ടോ. പ്ലസും മൈനസും കണ്ടാൽ കൂട്ടിപ്പോയിട്ട് ഒന്ന് ക്യാൻസൽ ആയി പോകും. അപ്പോൾ എക്സ് ഈക്വൽ ടു 80/2. എങ്ങനെ 2 ഇവിടെ വന്ന് താഴെ ഇറങ്ങും കേട്ടോ. അപ്പോൾ 80/2 ദാറ്റ് ഈസ് 40 ആയിരിക്കും എക്സ്. എന്ത് സുഖമുണ്ട് അല്ലേ? എക്സ് 40 ആണെങ്കിൽ വൈ കാണാൻ അതിനേക്കാൾ എളുപ്പമാണ്. വൈ കാണാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ വൈൻ്റെ സ്ഥാനത്ത്, അതായത് ആ എക്സിൻ്റെ സ്ഥാനത്ത് 40 കൊടുക്കുക. ഈ 40 ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എവിടെ വേണമെങ്കിൽ കൊടുക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 70 നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എത്ര കൊടുക്കണം? 40 കൊടുക്കണം. പ്ലസ് വൈ ഈക്വൽ ടു 70. ഈ പ്ലസ് 40 അപ്പുറത്ത് പോയി. അപ്പം എന്ത് വരും? 70 മൈനസ് 40 y ഈക്വൽ ടു 30 വരും കേട്ടോ. ദാറ്റ് ആൻസർ ഈസ് ഒരേ പൊളി. സംഖ്യകൾ ആദ്യത്തെ നമ്പർ ഏതാ? എക്സിന്റെ വില പറ 40. രണ്ടാമത്തെ സംഖ്യ ഏതാ? എക്സിൻ്റെത് കിട്ടി, നേരത്തെ വൈൻ്റെതും കിട്ടി. അപ്പോൾ വൈൻ്റെ വില ദാറ്റ് ഈസ് 30. 40 30 ആയിരിക്കും ആ സംഖ്യകൾ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് മുഴുവൻ നിങ്ങൾ ഒന്നും കൂടെയൊക്കെ കണ്ട് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് എന്നൊന്ന് റിവൈൻഡ് ചെയ്യുക. എന്ത് പഠിക്കുകയാണെങ്കിലും റിവിഷൻ വേണം കേട്ടോ. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? അവർ പറഞ്ഞു 2 സംഖ്യകളെക്കുറിച്ച് പറഞ്ഞു. 2 സംഖ്യകളെക്കുറിച്ച് പറഞ്ഞാൽ 2 സംഖ്യകൾ എക്സും വൈയും എടുത്തു. ആ 2 സംഖ്യകൾ ഒന്ന് കൂട്ടിയപ്പോൾ എക്സ് പ്ലസ് 1 വൈ പ്ലസ് 1 കൂട്ടിയപ്പോൾ 1271 ഒന്ന് ഇൻക്രീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം ഒന്നാമത്തെ ഇക്വേഷൻ. അതുപോലെ തന്നെ ഒന്ന് ഡിക്രീസ് ചെയ്തപ്പോൾ, ഒന്ന് കുറച്ചപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോന്നും ഒന്ന് കുറച്ചു എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1ഉം വൈ മൈനസ് 1ഉം ചെയ്തു. ഇക്വേഷൻ നമ്പർ 2 സെറ്റ്. ഇവിടെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചോ. പ്രൊഡക്റ്റ് കാണുക. ചോദ്യം നമ്പർ 1 എന്താ നോക്ക്? സംഖ്യകളുടെ ഗുണനഫലം കാണാൻ നിങ്ങൾ ഗുണിക്കാൻ കാണാൻ കൂട്ടുക. രണ്ടും കൂട്ടിക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എഴുതി, രണ്ടാമത്തെ ഇക്വേഷൻ എഴുതി. എക്സ് വൈയും 2xy ഇതും വെട്ടി, ഇത് വെട്ടി, ഒന്നൊക്കെ വെട്ടി. അവിടെ പ്രൊഡക്റ്റ് ഗുണനഫലം എന്ന് പറഞ്ഞാൽ XY മാത്രം കാണാനാണ്. +2 -2 ആയി. 2നെ പിടിച്ച് താഴേക്ക് ഇട്ടു. അപ്പോൾ ബൈ 2 ആയി. അപ്പോൾ 2400/2 1200. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? XY എന്ന് പറയുന്ന ഇതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ്, അതായത് ഗുണനഫലം എന്ന് നമ്മൾ വിളിക്കാം. ഗുണനഫലം 1200. ഇനി തുക കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുക. പ്ലസ് ചിഹ്നങ്ങളുള്ള ഒന്നാമത്തത് എടുത്തു.
ഈ XY നമുക്ക് കിട്ടിയല്ലോ എത്രയാ 1200. ആ 1200 ഇവിടെ 8 കൊടുത്തു. XY അത് 8 കൊടുത്തതിന് ശേഷം സമ്മ് കാണാനാണ്. തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യാം. ആ പ്ലസ് ചെയ്യുമ്പം ഈ സാധനം മാത്രം അവിടെ വെച്ചാൽ മതി. +1 ഇങ്ങോട്ട് പോയി -1 ആയി. അപ്പോൾ 1270 ആയി. +1200 ഇങ്ങോട്ട് പോയി -1270 ആയി. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരേ പൊളി 70. ഇത് നമ്മൾ സംഖ്യകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സി പാർട്ട് ചോദ്യമാണ്. എങ്ങനെ സംഖ്യകൾ കാണാം? ഒരു ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റിയിൽ നമുക്ക് കിട്ടിയ രണ്ട് സാധനങ്ങളുണ്ട്. XY നമുക്ക് കിട്ടിയില്ലേ പ്രൊഡക്റ്റ് 1200. X+Y തുക സമ്മ് കിട്ടിയില്ലേ 70. ആ രണ്ട് സാധനങ്ങൾ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇതാ XY കൊടുത്തു 70, X×Y കൊടുത്തു. X+Y ആണ്, സോറി 70. X×Y കൊടുത്തു 1200. അങ്ങനെ കൊടുത്തപ്പോൾ 70ന്റെ സ്ക്വയർ 4900. 4 × 1200 4800. അത് കുറച്ചു, സ്ക്വയർ അങ്ങോട്ട് ഇട്ടു. അപ്പോൾ √100 10. രണ്ട് സാധനങ്ങൾ. X+Y ഇവിടെ ഉണ്ട്, X-Y ഇവിടെ ഉണ്ട്. പ്ലസും മൈനസും വെട്ടാൻ ക്യാൻസൽ ചെയ്തു, കാരണം പ്ലസ് ചെയ്താൽ മതി. ഇതാ ഇവിടെ പ്ലസ് ചെയ്താൽ മതി, അത് വെട്ടിപ്പോകും കേട്ടോ. അപ്പോൾ 2x. അപ്പം ഇങ്ങനെ വരും, X ഉം 2x വന്നു. ഇവിടെ 70ഉം 10ഉം 80. എക്സിൻ്റെ വില 80/2 40. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുന്നു, അതിൽ എക്സിൻ്റെ വില 40 കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞേക്കുമ്പോൾ y ഒറ്റയ്ക്കായി. y-ൻ്റെ വില ഒരേ പൊളി കിടിലം സംഖ്യകൾ 40. കുറച്ച് സ്ട്രെസ് ചെയ്തിട്ടാണ് നിങ്ങൾ എടുത്തത്. മുഴുവൻ 1ഉം 2ഉം പ്രാവശ്യമൊക്കെ കണ്ട് പഠിക്കുക. ചോദ്യം ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ കാണും. ഒരു 5 മാർക്കോ 6 മാർക്കോ ഒക്കെ ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ 4 ആവാം. ആ ഒരു ഇത് മനസ്സിലാക്കുക. അപ്പോൾ ക്ലാസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട കമൻറ്റ് സെക്ഷനിൽ ഇടണം. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ സാറോട് പറയാൻ മറക്കരുത് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളത്. കാരണം നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കുകൾ കേട്ടിട്ടാണ് നമ്മൾ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പറയാൻ മറക്കണ്ട. ഇനിയിപ്പം ഇൻസ്റ്റാഗ്രാം ഈ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാലും മതി എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ എന്നൊക്കെ. അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് അയക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാം. അടിപൊളിയായിട്ട് പരീക്ഷ എഴുതണം കേട്ടോ മക്കളെ. ലവ് യു ആൾ. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും ഞാൻ വരും. ഇറ്റ്സ് മീ VJR സൈനിങ് ഓഫ്.